വരുന്ന കേന്ദ്ര ബജറ്റിൽ കാർഷിക മേഖലയ്ക്കുള്ള നീക്കിയിരിപ്പിൽ 15% വർധന വരുത്തുമെന്ന് സൂചന വരുന്നു. അടുത്ത മാസം 1-ന് അവതരിപ്പിക്കുന്ന ബജറ്റിൽ കാർഷിക മേഖലയ്ക്കായി വൻ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. നിർമ്മല സീതാരാമൻ കർഷകർക്കായിട്ട് ചില സസ്പെൻസുകൾ കാത്തുവച്ചിരിക്കുന്നു എന്നും ഡൽഹി റിപ്പോർട്ടിൽ പറയുന്നു. ഗ്രാമീണ മേഖലയിലെ ജനങ്ങൾക്ക് വരുമാന വർധന, കുതിച്ചുയരുന്ന ഭക്ഷ്യവിലക്കയറ്റം നിയന്ത്രിക്കൽ എന്നിവ ലക്ഷ്യമിട്ടാണ് കാർഷിക മേഖലയ്ക്കായി കൂടുതൽ തുക വകയിരുത്താനുള്ള നീക്കം. 15% വർധനയോടെ നിലവിലെ 1.52 ലക്ഷം കോടിയിൽ നിന്ന് 1.75 ലക്ഷം കോടിയായി തുക ഉയർത്താനാണ് സാധ്യത. അധിക തുക ഉൽപാദനക്ഷമത കൂടിയ വിത്തിനങ്ങൾ വികസിപ്പിക്കാനും സംഭരണ വിതരണ മേഖലയിൽ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താനും ഉപയോഗിക്കും. പയറുവർഗ്ഗങ്ങൾ, എണ്ണക്കുരുക്കൾ, പച്ചക്കറികൾ, പാൽ എന്നിവയുടെ ഉൽപാദനം കൂട്ടാനും ധനമന്ത്രി ലക്ഷ്യമിടുന്നു. അരി, ഗോതമ്പ്, പഞ്ചസാര ഉൽപാദനത്തിൽ ലോകത്ത് 2ാം സ്ഥാനത്താണെങ്കിലും ഭക്ഷ്യവിലക്കയറ്റം റോക്കറ്റ് സ്പീഡിലാണ്. ഇതിന് തടയിടാൻ ലക്ഷ്യമിട്ടുള്ള പ്രഖ്യാപനങ്ങളും ബജറ്റിലുണ്ടായേക്കും. 45% ജനങ്ങൾക്കും തൊഴിൽ നൽകുന്ന കാർഷിക മേഖല $3.5 ലക്ഷം കോടി സമ്പദ് വ്യവസ്ഥയ്ക്ക് സംഭാവന നൽകുന്നത് വെറും 15% മാത്രമാണ്. സബ്സിഡിയോടെയുള്ള കാർഷിക വായ്പ 3 ലക്ഷത്തിൽ നിന്ന് 5 ലക്ഷമാക്കാനും ധനമന്ത്രി തയ്യാറാകും എന്നാണ് സൂചന. വിള ഇൻഷുറൻസ് ഉയർത്തുക, മത്സ്യകൃഷി പ്രോത്സാഹിപ്പിക്കുക എന്നതും കാർഷിക ബജറ്റിന്റെ ഭാഗമാകും. സർക്കാരിനെതിരെ കർഷക രോഷവും പ്രതിഷേധവും വ്യാപകമാകുന്ന സാഹചര്യത്തിൽ ബജറ്റിൽ കാർഷിക മേഖലയെ തഴയാൻ ധനമന്ത്രി തയ്യാറായേക്കില്ല. ബിസിനസ് ഡെസ്ക്, 24.